അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ അർജുൻ ഒരു പ്രപ്പോസൽ നടത്തിയോ? എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെന്റ് എനിക്ക് ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ തുടങ്ങിയ ഒരു സെഗ്മെന്റ് ആണ്. സോ ഇനി ഇത് എത്ര ദിവസം ചെയ്യാൻ പറ്റും? ബിഗ് ബോസ് അവസാനിക്കാൻ പോവുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓരോരുത്തർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്ര നാൾ ഇത് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ആ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ എത്ര ലെങ്ത് ഉണ്ടാവുന്നൊന്നും അറിയില്ല. പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇന്നലെ അർജുൻ കുറെ കാര്യങ്ങൾ ശ്രീധുവിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പവർ റൂം പോയതിന്റെ വിഷമം അർജുനായാലും ജിൻഡോയ്ക്കായാലും ശ്രീധുവിനായാലും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ പവർ റൂം പോയതിന്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം അർജുൻ പവർ റൂമിൽ നിന്ന് എല്ലാവരെയും ചെരുപ്പ് ഇവർ ക്ലീൻ ചെയ്ത സമയത്ത് കൊണ്ടുവച്ച ചെരുപ്പൊക്കെ എടുത്തിട്ട് ഇവരുടെ റൂമിൽ കൊണ്ടുപോയി തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പം ശ്രീധു ചോദിക്കുന്നുണ്ട്, നാളെ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, പിന്നെ എന്തിനും ഇപ്പൊ ഇങ്ങനെ ചെരുപ്പ് എടുത്തുകൊണ്ടിരുന്നതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും അവിടെ ആ ഒരു ഡെൻ റൂമിൽ കടന്നതിന് ശേഷം അർജുൻ ഇന്നലെ ശ്രീധു എന്ന് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ശ്രീധു എന്നിട്ട് ശ്രീധു എന്ന് വിളിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്. അപ്പം ശ്രീധു പറയുന്നത് ഗുഡ് നൈറ്റ് അർജുൻ, ഗുഡ് നൈറ്റ് ശ്രീധു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ അർജുന്റെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രീധു മറ്റേ നുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, വേദനിക്കുന്നു, ഏയ് മാഡം എന്ന് വിളിച്ച് അറിയുന്നുണ്ടോ. അതൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എന്തിനാ മേഡം എന്ന് പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യടോ, നീ എവളോ പാവം നടിച്ചാലും എന്റെ കണ്ണിന് ഫേക്ക് താൻ എന്ന് അർജുന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഫേക്ക് അർജുൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അർജുൻ കരയുന്ന പോലെയൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നീ പണ്ടൊക്കെ കരഞ്ഞത് എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. നീ ഇങ്ങനെ കണ്ണിൽ വിരലിട്ടിട്ട് അങ്ങനെ കണ്ണിൽ വെള്ളം വന്ന് അങ്ങനെ കരഞ്ഞാന്നുള്ള രീതിയിൽ വെറുതെ തമാശക്ക് ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വേദനയിൽ കടന്നു ഉറങ്ങൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീധു. അപ്പം പിന്നെയും ശ്രീധു എന്ന് വിളിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്റെ പേര് ഇങ്ങനെ ഞാൻ പോലും ഇങ്ങനെ ഇത്രയും തവണ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ശ്രീധുവോടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അർജുൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ അറിയില്ല. അപ്പം എന്നിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു, ശരി അപ്പൊ ഞാൻ എന്നെ കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് ഞാൻ தெரிஞ்சிക്കണോന്ന് ശ്രീധു ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ തന്നെ മനസ്സിലാക്കി എടുക്കണോ, ഇനി നീ എന്താ പറയാൻ പോകുന്നത് ഞാൻ തന്നെ മനസ്സിലാക്കി എടുക്കണമെന്ന് ശ്രീധു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അർജുൻ പറയുന്നത് ഏത് നേരത്താണോ അർജുൻ അല്ല ശ്രീധു പറയുന്നത് ഏത് നേരത്താണോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അർജുൻ പിന്നെയും ശ്രീധു എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു മെസ്സേജ് അയച്ച് നോക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മറ്റേ അവരിങ്ങനെ വെറുതെ പറയുന്നില്ലേ. ഓക്കെ, അപ്പത്തിനും അവിടുന്ന് ആരോ കൺമണി അൻപോട് എന്നുള്ള പാട്ട് പാടുന്നുണ്ടായിരുന്നു. അയ്യോ നമ്മളെ പാട്ട് അവിടുത്തെ ആരോ പാടുന്നെന്ന് പറഞ്ഞിട്ട് അർജുൻ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ ഇവർ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിനെ ഏത് സമയത്താണ് നമ്മൾ ഫ്രണ്ട്സ് ആയ എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നീയും ശരണ്യയും ഒപ്പം നടക്കുന്നതും. നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്തായാലും ശരണ്യനെ ഒരാളെ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴാ നീ എനിക്ക് ഫ്രണ്ട് ആയത് എന്ന് എനിക്കറിയില്ല. ലൈക്ക് എപ്പോഴാ എനിക്ക് ഇവിടുന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് നോക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. നോക്കുന്നില്ല എന്നൊന്നും ഞാൻ എപ്പോഴാ എനിക്ക് അറിയുന്നില്ല. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതൊന്നും എനിക്ക് എപ്പോഴാന്നുള്ള കാര്യം അറിയുന്നില്ല എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ സൈഡിൽ നിന്ന് ഇനി ഇതിന്റെ അകത്തു നിന്നാണെങ്കിലും എന്തെങ്കിലും ഹാപ്പൻ ചെയ്യാം. ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് അറിയില്ല. മീൻസ് ഇങ്ങനെ ഡിബേറ്റുകൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വന്നാലും ഞാൻ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മേ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നമ്മളായാലും ഇപ്പൊ പുറത്തു നിന്നുള്ള ആളായാലും ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരായാലും ഇൻ ദ സെൻസ് അകത്തെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ വരാൻ ചാൻസ് ഉണ്ട്. അൺസേർട്ടൺ ആണ് ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആരെന്ത് പറഞ്ഞാലും എന്നെ പറ്റി നിനക്ക് ചോദിക്കാനുള്ള കാര്യം എല്ലാ ഫ്രീഡം എടുത്ത് നിനക്ക് ചോദിക്കാൻ സാധിക്കും. ശ്രീധുവിനോട് അർജുൻ പറയാണ്. പിന്നെ വേറൊരാൾ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് സ്റ്റിൽ നിന്റെ ഇഷ്ടമാണ്. ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാം. എനിക്ക് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല. മുന്നോട്ടുള്ള ടാസ്കുകളൊക്കെ ചിലപ്പം അങ്ങനെ ആയിരിക്കും. എന്തൊക്കെയാ എന്നൊന്നും എനിക്കറിയില്ല. ഡിബേറ്റ് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഇന്റൻഷനലി ഇപ്പം തെറ്റിപ്പോകുന്നില്ല. ഞാൻ ഇന്റൻഷനലി നിന്റെ അടുത്ത് വന്ന് നിൽക്കും. ഞാൻ കൂടെ ഇരിക്കുന്നതൊക്കെ ഓഡിയൻസ് എന്താണോ വേറെ രീതിയിലാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ വൈൽഡ് കാർഡ് വന്ന സമയത്ത് ശ്രീധു ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടന്റിന് വേണ്ടിയിട്ടാണോ നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രീധു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിനകത്ത് വന്ന് ആൾക്കാർ ഇങ്ങനെ കാണും, അങ്ങനെ അല്ലെങ്കിൽ ഒരുമിച്ച് നടന്ന ഇങ്ങനെ കാണും, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു മൈൻഡേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവഞ്ച്വലി നടന്ന ഒരു കാര്യമാണ്.
എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ആരുമായിട്ട് കണക്ട് ആവാൻ പാടില്ല എന്നൊക്കെ മനസ്സിലുണ്ടാകുമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ബട്ട് ഒരു വൈബ് സെറ്റ് വരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഞാനും ശ്രുതുമായിട്ടുള്ള ഒരു ഒരേ വൈബ് ഒന്നുമല്ല. പക്ഷെ എന്നാലും എന്തോ ഞാൻ അങ്ങനെ കണക്ട് ആയി എന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധുവിനോട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവഞ്ച്വലി ആയതാണ്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായതും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പിണങ്ങിയിരുന്നതൊക്കെ നിന്റെ അടുത്തായിരിക്കും. എനിക്കറിയില്ല എന്താ റീസൺ എന്നറിയില്ല, എനിക്ക് പൊസസീവ്നെസ് ഉണ്ടായിട്ടുണ്ട്. യെസ്, അർജുൻ തുറന്ന് ശ്രീധുവിനോട് പറയുകയാണ് എനിക്ക് പൊസസീവ്നെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും എന്തിനാണ് ഈ പൊസസീവ്നെസ് വരുന്നതെന്ന് പോലും എനിക്കറിയില്ല. മേ ബി നീ പൊറാമ എന്ന് പറഞ്ഞ് കളിയാക്കിയതിന് ശേഷമായിരിക്കാം എനിക്ക് പൊസസീവ്നെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കും, ടേക്ക് കെയർ ചെയ്യും. എസ്പെഷ്യലി ഇപ്പൊ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലൊക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്യും. അത് പുറത്തോ അകത്തോ അത് മീനിങ് വന്നു കഴിഞ്ഞാൽ കൺസേൺഡ് അല്ല എന്നറിയിക്കാൻ ചെയ്തതാണ്. എൻ്റെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പം മുമ്പോട്ട് എന്തുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എനിക്ക് നീ ഒരേപോലെ തന്നെയാണ് എന്ന് അർജുൻ അവിടെ പറഞ്ഞു വെക്കുകയാണ്. മേ ബി അത് കൂടാനുള്ള ചാൻസേ ഉള്ളൂ, കുറയാൻ പോണില്ല. ഉറപ്പായിട്ടും നീ ഇപ്പം എന്നെ എന്ത് ചെയ്താലും കുറയില്ല, ഉറപ്പാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ വന്ന കുറേ ആൾക്കാരുണ്ട്, അതൊക്കെ എന്നെ പല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ നല്ലത് വരണമെന്നും അല്ലെങ്കിൽ അവരൊക്കെ നല്ലതായിട്ടിരിക്കണം എന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും നൈബർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഇത് കഴിഞ്ഞ് പുറത്തുനിന്ന് എന്ത് കേട്ടാലും കേട്ടില്ലേലും എനിക്ക് നീ എന്നും നല്ലൊരു ഫ്രണ്ട് തന്നെ ആയിരിക്കും എന്നും അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ മിണ്ടും എന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ മിണ്ടും തന്നെ എനിക്കറിയില്ല, ഞാനിപ്പോൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ ഇപ്പൊ നീ ജയിക്കണം എന്ന് എനിക്കുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ പോയാലോ ഞാൻ പോയാലോ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. മേ ബി സിജോ ഉണ്ടായാലും കൂടി നമ്മൾ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യും എന്നുള്ള രീതിയിൽ അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ മിസ് ചെയ്യും, നന്നായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുറത്തു പോയാലും മിസ് ചെയ്യും. എനിക്ക് നല്ല കുറേ മൊമെന്റ്സ് നീ തന്നിട്ടുണ്ട്, അത് അറിഞ്ഞോ, ഇന്റൻഷനലി ആണോ അൺഇന്റൻഷനലി ആണോ, അത് അങ്ങനെ കുറേ മൊമെന്റ്സ് നീ തന്നിട്ടുണ്ട്. അപ്പം ശ്രുതി ചോദിക്കുന്ന അതെന്തോ ഞാൻ അടുത്ത ആഴ്ച പോകുന്നതാണ് പറയുന്നതെന്ന് അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ എന്തായാലും സ്റ്റിൽ 4 വീക്കേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ഒരാൾ എന്തായാലും അല്ലെങ്കിൽ എല്ലാവരും പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് അർജുൻ പറഞ്ഞത്. കഴിഞ്ഞാലും കോൺടാക്ട് ചെയ്യും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പണ്ട് ഇവർ സംസാരിച്ചിരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു കോൺടാക്ട് ഒന്നും ചെയ്യില്ല, പക്ഷേ കഴിഞ്ഞാലും ഞാൻ കോൺടാക്ട് ചെയ്യും, ആ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അർജുനോട് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അവളോ താനേ എന്ന് ശ്രീധുവോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടി അർജുൻ അവിടെ ശ്രീധുവിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ ഫേക്ക് ആണോ എന്നൊന്നും പറയണ്ട. മീൻസ് ആ ഒരു രീതിയിൽ നീ അങ്ങനെ തമാശക്ക് പറഞ്ഞാണെങ്കിലും ഞാൻ ഫേക്ക് ഒന്നുമല്ല, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. പുറത്തും ഒരു പ്യുവർ സോളാണെന്നൊന്നും പറയുന്നില്ല, എൻ്റെ സോള് പ്യുവർ ആയിരിക്കാം, പക്ഷെ ഞാൻ ഒരുപാട് ഉടായ്പകളും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഫേക്ക് ആണെന്നൊന്നും തോന്നണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശ്രുതി ചോദിക്കുന്നത് ഞാൻ ഫേക്ക് ആണെന്ന് പറയുന്നതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പുറകെ നടക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ 2 ദിവസം മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായ. അപ്പം ഈ ഞാൻ അങ്ങനെ പുറകെ നടക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ നല്ല കൺസേൺ ഉണ്ടാവും. ഞാൻ ഇപ്പം നീ തെറ്റിപ്പിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പുറകെ വരും. നീ നോ പറഞ്ഞാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പുറകെ വരും. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും കാണും എന്നാണ് അർജുൻ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും കാണും, ഫ്രണ്ടായിട്ടിരിക്കും. ഓക്കെ അപ്പോൾ കടന്നുറങ്ങുക എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശ്രീധു അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്, മുസ്തഫ മുസ്തഫ ഡോണ്ട് വെറി മുസ്തഫ കാലം നം തോഴൻ മുസ്തഫ. പിന്നെ വേറൊരു പാട്ടും കൂടി പാടുന്നുണ്ട്, എൻ ഫ്രണ്ടെ പോലെ ആര് മച്ചാ. ഓക്കെ, അർജുൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് കടക്കുന്ന കണ്ടിട്ട് റസ്മിനെ വിളിക്കാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗുഡ് നൈറ്റ് അർജുൻ, എന്നാച്ച് അർജുൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അർജുൻ്റെ നറൂട്ടോന്റെ ആ ഒരു ഫോട്ടോ കെട്ടിപ്പിടിച്ചിട്ടാണ് അവിടെ കിടന്നത്. അർജുൻ അപ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇതിലും ഭേദം ഞാൻ മിറ്റത്തിറങ്ങി നിന്ന് വിളിച്ചു പറയുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അടാ നീ ലൂസാടാ നീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഘോര പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന ശ്രീധു എന്തെങ്കിലും ഒരു റിപ്ലൈ, യെസ് ഐ ഡിമാൻഡ് യുവർ റിപ്ലൈ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ അവിടെ കടന്നുറങ്ങുന്നത്. അപ്പം ശ്രീധു പറയുന്നത് എനിക്ക് ഇങ്ങനെ കുറേ ഇത് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല, എനിക്കും അറിയില്ല എങ്ങനെ ഞാൻ കണക്റ്റായി. ഇപ്പോൾ വരെ നല്ല പോയിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുന്നുണ്ടായിരുന്നു.
അപ്പോൾ തൂങ്ങ് എന്ന് പറയുന്നുണ്ടായിരുന്നു, ഫോട്ടോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റസ്മിൻ അവിടെ വന്ന് കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവര് തലാണ വെച്ചിട്ട് ആ മതിലൊക്കെ അർജുൻ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ ആ തലാണയൊക്കെ അവിടെ കൊണ്ടുപോയി ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഇന്നലെ സംഭവിച്ചൊരു കാര്യം. സോ ഇവിടെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇന്നലെ അർജുൻ ആ ഒരു കാര്യം തുറന്നു പറയാൻ ശ്രമിച്ചതുപോലെ തന്നെയാണ് ആ ഒരു കോൺവെർസേഷനിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതായത് പറയാൻ പറ്റുന്ന രീതിയിൽ അർജുൻ അത് പറഞ്ഞ് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അർജുൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് അർജുൻ അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ മേ ബി ഈ വീക്ക് ഫാമിലി വീക്കും കാര്യങ്ങളൊക്കെ വരികയാണ്. എന്താണ് ഇവരുടെ ഒരു ബോണ്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയുന്നില്ല. ജസ്റ്റ് നല്ലൊരു ഫ്രണ്ട്സായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പഴക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഇന്നലെ തന്നെ ആ ഒരു പ്രോമോ വന്നതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അർജുനും ശ്രീതും തെറ്റിയോ, ഈ ഒരു കാര്യം കൊണ്ട് തെറ്റിയോ, ഇവർ പിണങ്ങി, ഇവർ നോമിനേഷൻ പറയുന്ന സമയത്ത് ഇവർ ഒരുമിച്ചിരിക്കുന്നില്ല, അപ്പുറത്ത് മാറിയിരിക്കുന്നു, ഇവർ ടീം മാറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇന്ന് രാവിലത്തെ ലൈവിലാണെങ്കിൽ ഇവർ സംസാരിക്കുന്നുണ്ട് സ്കീയുടെ ആ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട്. സോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് ലെങ്ത് കൂടിപ്പോയി എന്നൊക്കെ അറിയാം, പക്ഷേ സ്റ്റിൽ നിങ്ങളിത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.